Hi, Namaste, welcome back to my channel Pin Trader. ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് ഓപ്ഷൻസിൽ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ഹ്യൂജ് റിട്ടേൺസ് തന്ന ദിവസമാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 20th ജൂണിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മാർക്കറ്റ് അടിച്ചു കയറി രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം റിട്രേസ്മെൻറ്റ് തിരിച്ച് മാർക്കറ്റ് ഒറ്റ കയറ്റമായിരുന്നു. അവിടുന്ന് ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഇടയ്ക്ക് ഒരു ഉച്ചകഴിഞ്ഞ ശേഷം ഒരു അപ്രോക്സിമേറ്റ് 12 ഇറങ്ങിയ ശേഷം മാർക്കറ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കി. അവിടെ ഒരു ചെറിയ ഹൈക്ക് അടിച്ചിട്ടുണ്ട് മാർക്കറ്റ് താഴേക്ക്. പക്ഷേ സോഫ്റ്റ് അവിടെ സെൽ കൺഫർമേഷൻ സെല്ല് തന്നിട്ടില്ല. സെല്ല് അവിടെ ട്രേഡ് എടുക്കരുത്, സെല്ല് കൺഫേം ഇല്ലെന്ന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തിരിച്ചു കയറാൻ ചാൻസ് അവിടെ കാണിച്ചു തന്നിട്ടുമുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് അതേപോലെ തിരിച്ചും കയറി. ഇപ്പം ലാസ്റ്റ് വന്ന സിഗ്ലിൽ നിന്ന് തന്നെ നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ സോഫ്റ്റ്വെയർ തന്നിട്ടുമുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ബൈ സിഗ്നൽ തന്നു. അവിടെ സിഗ്നൽ അപ്പം തന്നെ, അതായത് ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൺഫർമേഷൻ ലെവൽസ് ചെക്ക് ചെയ്യണം. കൺഫേം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എൻട്രി എടുക്കാവൂ. അത് മാത്രമല്ല നമുക്ക് ഇതിൽ പല ടൈം ഫ്രെയിമിൽ, അതായത് 1, 5, 15 അങ്ങനെ പല ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിൽ ഓപ്ഷൻസിൽ കൂടുതലും M1, M5 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ M1ലേക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഗ്യാപ് ഡൗണിൽ അടിച്ചിട്ട് അവിടെ റിട്രേസ്മെന്റ്, അതായത് രാവിലെ തന്നെ മോർണിംഗിൽ 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി അവിടെ തിരിച്ചു കയറുമെന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഡൗണിഷ് നടക്കുന്നുണ്ടെങ്കിൽ താഴെ മാറാതെ സ്ഥിതിക്ക് അവിടെ തിരിച്ചു കയറും. അവിടുന്ന് രണ്ടാമത്തെ ട്രേഡ് നമുക്ക് ആ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുമ്പോൾ പിടിക്കാം. ഇവിടുന്ന് 28,847 കയറി അത് ഒറ്റ ഹൈക്കായിരുന്നു മാർക്കറ്റിൽ. അവിടുന്ന് അപ്രോക്സിമേറ്റ് 902 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇറങ്ങാൻ നോക്കി പിന്നെ കയറി. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് രണ്ടാമത്തെ ട്രേഡ് ഇവിടുന്ന് പിടിക്കാം. ഈ ഒരു കയറ്റം നല്ല ഹ്യൂജ് ഹൈക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ട്രേഡ് മിസ്സായെങ്കിൽ ഇവിടുത്തെ ട്രേഡ് നമുക്ക് മോർണിംഗിൽ ട്രേഡ് മിസ് ആയി 2 ട്രേഡായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് കുറച്ച് നേരം സൈഡ് വേസ് ആയിരുന്നു, പിന്നെയും കയറി. പിന്നെയാണ് നമുക്കൊരു ഹൈക്ക് ഒരു 12 അരയ്ക്ക് ശേഷമാണ് നമുക്ക് മാർക്കറ്റ് ഒരു ഡൗണിഷ് അടിച്ചത്. 12 കഴിഞ്ഞ ശേഷം നമുക്ക് നല്ലൊരു ഡൗണിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹൈക്ക് പക്ഷേ സ്കാൽപ്പിങ് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മുടെ 5 മിനിറ്റ്സിൽ അവിടെ അപ്പോഴും സെൽ സിഗ്നൽ തന്നിട്ടില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണ്. ഒരു ഡൗണിഷ് തന്നിട്ട് നമുക്കൊരു ട്രേഡ് നമുക്ക് ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഡൗൺ ഉണ്ടെങ്കിൽ അത് ഫേക്ക് ആണോ, അത് തിരിച്ച് റിവേഴ്സ് അടിക്കുമ്പോൾ ബൈ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കണ്ടെത്താൻ സാധിക്കും. അതിന് 5 മിനിറ്റ്സിൻ്റെയും 1 മിനിറ്റിൻ്റെയും ട്രേഡും കൂടെ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. 5 മിനിറ്റ്സിൽ കറക്റ്റ് ആയിട്ടില്ല, അതായത് ഫേക്ക് ആയിട്ട് വന്ന് അപ് ഡൗൺസ് അവോയ്ഡ് ചെയ്തിട്ട് സിഗ്നൽ തരത്തുള്ളൂ. പക്ഷേ M1 പെട്ടെന്ന് സിഗ്നൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രേഡ് കറക്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ട്രേഡ് കറക്റ്റ് വാച്ച് ചെയ്യുന്ന ആൾക്ക് നമുക്ക് അവിടെ മനസ്സിലാവും അവിടെ ഒരു പ്രോപ്പർ ഡൗണിഷ് ഇപ്പോഴും നടന്നിട്ടില്ല, തിരിച്ചു കയറുന്നു. അതേപോലെ അവിടെ ഡൗൺ സൈഡ് നമുക്ക് തന്നിട്ടില്ല, തിരിച്ചു കയറിയിട്ടുമുണ്ട്. ഇപ്പം ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇപ്പം ലാസ്റ്റ് തന്നിരിക്കുന്നത്, ഇപ്പോൾ ഈ 5 മിനിറ്റ്സിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന സിഗ്നൽ ഡീറ്റെയിൽസ് ആണ് അവിടെ മേളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിഗ്നൽ തന്ന 12:59 അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എൻട്രി എടുക്കേണ്ടത് കറക്റ്റ് കാണും. കാരണം ഓൾറെഡി താഴെ നമുക്ക് റെഡ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ബൈ സൈഡ് ഉണ്ടെന്ന് അവിടെ ഉറപ്പാണ്. അപ്പോൾ സെൽ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റെഡ് തന്നെ ലാസ്റ്റ് തിരിച്ചു കയറും. അവിടെ നിന്ന് കറക്റ്റ് ആ ലെവലിൽ എടുക്കാറുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ കണ്ടു 94 പോയിന്റ്സ്. ഇവിടം വരെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് തിരിച്ച് പിന്നെ റിട്രേസ്മെന്റ് ഡൗണിഷ് കുറച്ച് ഡൗൺ ആകാൻ നോക്കി പിന്നെ തിരിച്ചു കയറും. അപ്പോൾ ഇവിടെ അടുത്ത ട്രേഡ് ഇവിടെ പിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് രണ്ടാമത്തെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു. അതേപോലെ തന്നെ മോർണിംഗ് ലെവലിൽ നമുക്ക് ഇവിടെ ഹൈക്ക് അടിച്ചാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഒരു ഹൈക്ക് അടിച്ചിട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ലെവൽ പിടിക്കത്തില്ല. അപ്പോൾ M1 കൂടെ കമ്പയർ ചെയ്താൽ ഡൗൺ എത്രത്തോളം മാർക്കറ്റ് റിട്രേസ്മെന്റ് പോയി എന്ന് പിടിക്കാൻ പറ്റും. ഇവിടം വരെ ഇറങ്ങിയിട്ട് പിന്നെ കയറി. അപ്പോൾ അവിടുന്ന് അടുത്ത 2 ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷനും ഇപ്പോൾ 24 എണ്ണൂറ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടുന്ന് കണ്ടാവും 1 സൈഡ് മൊമെന്റ് ആണ് തന്നിരിക്കുന്നത് M1. അപ്പോൾ അവിടെ സിഗ്നൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ബൈ സിഗ്നൽ കിട്ടിയ സമയത്ത് എപ്പോഴാണ് ഒരു ഡീറ്റെയിൽസും ടാർഗറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 മിനിറ്റ് പിടിച്ചാൽ കാണാം രാവിലത്തെ ട്രേഡ്. മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന ഇവിടുന്ന് തിരിച്ച് കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അവിടുന്ന് അപ്രോക്സിമേറ്റ് 289 ഒറ്റയടിക്ക് കയറിയതാണ്. 327 വരെ പോയിട്ടാണ് പിന്നെ തിരിച്ച് ഡൗൺ അടിച്ച് പിന്നെ കയറി. അപ്പോൾ ഈ ലാസ്റ്റ് പോയ റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനുള്ള ഒരു സാഹചര്യം സോഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പെട്ടെന്ന്, കാരണം നമുക്ക് അവിടെ കണ്ണും പൂട്ടി 3 ടാർഗറ്റ് എടുക്കാം. കാരണം അവിടെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.